ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴി ശുശ്രൂഷയുടെ 30-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ്. അതിൻ്റെ കാര്യം പറയാം. ശാലോമിൽ വന്നിരുന്ന് ഓരോ ടോക്കും പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ഒരുക്കത്തിൻ്റെ ഇടവേളയുണ്ട് ഓരോ ടോക്കിനിടയ്ക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായമാണ്. ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ്. ഞാൻ അതിനെക്കുറിച്ച് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒടുക്കം എന്താ പറയുക, നമ്മളിങ്ങനെ പറയത്തില്ലേ, വെള്ളിടി പോലെ ചിലത് കിട്ടുക എന്ന് പറയത്തില്ലേ, ചില പെട്ടെന്നോളിനെ സഡൻ ചില സ്പാർക്ക് കിട്ടും. അപ്പം അങ്ങനെ ഒരു സ്പാർക്ക് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ടോക്ക് നിങ്ങളോട് തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, സാധാരണ നമ്മളിങ്ങനെ സസ്പെൻസ് വെക്കാറുണ്ടല്ലോ, ഏറ്റവും വിശിഷ്ടമായത് അവസാനത്തേക്ക് വെച്ചേക്കും. ട്വിസ്റ്റൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ക്ലൈമാക്സിലായിരിക്കും, ആദ്യമേ അത് പറയത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം ആണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പക്ഷേ അതിനകത്തെ ആ ദൈവം ഇടപെട്ട, ഈശോ സംസാരിച്ച ആ ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ അവസാനത്തേക്ക് വെക്കുകയാണ്. 15-16 മിനിറ്റ് ടോക്ക് കാണൂ സാധാരണഗതിയിൽ, അല്ലെങ്കിൽ 20 മിനിറ്റ് പരമാവധി. പക്ഷേ ആ നേരത്ത് നമ്മളതിൻ്റെ പശ്ചാത്തലമൊക്കെ അറിഞ്ഞിട്ടാണ് കർത്താവ് ഇടപെട്ട ആ കാര്യത്തിലേക്ക് വരാൻ പോകുന്നത്. എടുക്കാം, ബൈബിൾ എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. ഈ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയാം. ഈശോയുടെ വിടവാങ്ങൽ പ്രാർത്ഥനയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കും ഒരു ദിവസം നമ്മളിത് വ്യാഖ്യാനിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അതിനു മുമ്പ് എപ്പോഴോ ഞാനിത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ വ്യാഖ്യാനം അല്ല ഇത് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആവർത്തനം ഉണ്ടാകത്തില്ല. ഹോംവർക്ക് തന്നേക്കാം കയ്യോടെ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം, അത് 26 വാക്യങ്ങളേ ഉള്ളൂ. 26 വാക്യങ്ങൾ, മിനിമം 3 പ്രാവശ്യം. കാരുണ്യ വഴി കൂടുന്ന എല്ലാവരും വായിച്ചിരിക്കണം, മിനിമം 3 പ്രാവശ്യം. ഇനി അത് എത്ര വായിക്കാമോ അത്രയും വായിച്ചു. വായിക്കും തോറും ദൈവാനുഭവത്തിൻ്റെ നിറവുണ്ടാകും. വായിക്കും തോറും ദൈവാനുഭവത്തിൻ്റെ നിറവുണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം, ഈശോയുടെ വിടവാങ്ങൽ പ്രാർത്ഥന, ഈശോയുടെ പുരോഹിത പ്രാർത്ഥന എന്നൊക്കെ അറിയപ്പെടുന്ന ഈ അധ്യായം മനസ്സിരുത്തി പ്രാർത്ഥിച്ച് 3 ആവർത്തി മിനിമം വായിച്ചിരിക്കണം. കൂടുതൽ വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഒരു ഒറ്റവരി പ്രാർത്ഥനയൊന്നുമല്ല, ഒരു അധ്യായം മുഴുവൻ ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഒരു അധ്യായം മുഴുവൻ ഈശോ പ്രാർത്ഥിക്കുന്നു. ബൈബിളിൽ ഇതുപോലത്തെ മറ്റു പ്രാർത്ഥനകളും ഉണ്ട്. കൂടുതൽ വായിക്കണം, അറിയണം, പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. സോളമൻ്റെ പ്രാർത്ഥനയുണ്ട് 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ. സോളമൻ്റെ പ്രാർത്ഥന 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ. അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ. മോശയുടെ പ്രാർത്ഥന പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ. അപ്പം ഇങ്ങനെ മെയിൻ ആളുകളുടെയൊക്കെ പ്രാർത്ഥന ബൈബിൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം സർപ്പാസ് ചെയ്യുന്ന, അതിനെല്ലാം അതിലംഘിക്കുന്ന പ്രാർത്ഥനയാണ് ഈശോയുടെ ഈ പ്രാർത്ഥന. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. ഈ പ്രാർത്ഥനയിലാണ് ഒരാളുടെ ഹൃദയം വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയം തുറന്നു വെച്ചുള്ള പ്രാർത്ഥനയാണ്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്. അവൻ്റെ ഉള്ളം മുഴുവൻ അങ്ങോട്ട് തുറന്നു വെക്കുകയാണ്. ഉള്ളം മുഴുവൻ അവൻ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ മനസ്സിരുത്തി വായിക്കും തോറും നിങ്ങൾക്ക് ഇത് പിടികിട്ടുന്നത് കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ഈശോയുടെ മനസ്സ് മുഴുവൻ ആ പ്രാർത്ഥനയിൽ ഉണ്ടെന്ന് വായിക്കും തോറും മനസ്സിലാകും. പിന്നെ ആ പ്രാർത്ഥനയുടെ ഒരു ശൈലി നോക്കണേ. അതിനകത്ത് ഒരു ഇൻഫീരിയർ ഒരു സുപ്പീരിയറിനോട് പ്രാർത്ഥിക്കുന്നതാണ് കല്ലത്. എന്ന് വെച്ചാൽ ഒരു താഴേക്കടയിലുള്ള ഒരാൾ മുകളിൽ ഒരാളോട് പ്രാർത്ഥിക്കുന്നതാണ് കല്ല. മറിച്ച് ഈ ദൈവ മനസ്സ് മനസ്സിലാക്കിയ ഒരാൾ ദൈവ മനസ്സ് പങ്കുവയ്ക്കുന്നു. അതുപോലെയാണ് ആ പ്രാർത്ഥന. പിതാവിൻ്റെ ഹിതം അറിഞ്ഞ പുത്രൻ പിതാവിൻ്റെ ഹിതം വെളിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥനയാണത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിത് എത്ര വായിക്കാമോ, ഞാൻ ഈ പറയുന്ന ഒന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. ഇതുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതിനപ്പുറത്ത് നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ, വായിക്കും തോറും നമ്മളെ തൊടുന്ന, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന പ്രാർത്ഥനയാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ. ഈശോയുടെ അവസാനിക്കാത്ത മാധ്യസ്ഥ്യത്തിൻ്റെ തെളിവാണ് ഇത്. ഈശോയുടെ അവസാനിക്കാത്ത ഒരു മാധ്യസ്ഥ്യമുണ്ട്. അൺസീസിങ് ഇൻ്റർസെഷൻ. ഒരിക്കലും അവസാനിക്കാത്ത, പിതാവിൻ്റെ മുമ്പിൽ
നമുക്ക് വേണ്ടി ഒരിക്കലും അവസാനിക്കാത്തൊരു മാധ്യസ്ഥ്യം വഹിക്കുന്ന ഈശോയുടെ ആ ഭാവം മുഴുവൻ ഈ യോഹന്നാൻ 17 അധ്യായത്തിൽ കാണാൻ പറ്റും. ഈശോയുടെ മാധ്യസ്ഥ്യത്തെക്കുറിച്ച് റോമാലേഖനം 8 അധ്യായം 34 വാക്യം എടുക്കാം. റോമാലേഖനം 8 അധ്യായം 34 വാക്യം 8:34. മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. അവസാനിക്കാത്ത മാധ്യസ്ഥ്യം. ഹെബ്രായ ലേഖനത്തിൻ്റെ 7 അധ്യായം 25 വാക്യം. ഹെബ്രായർ 7:25. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. എന്നേക്കും ജീവിക്കുന്ന ഈശോ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കും. അത് ഞാൻ പറഞ്ഞത് അൺസീസിങ് അൺഎൻഡിങ് ഇൻ്റർസെഷൻ. ആ അൺഎൻഡിങ് ഇൻ്റർസെഷൻ്റെ മുഴുവൻ മുഴുവൻ ആ പ്രഭയും കാണാൻ പറ്റും ഈ യോഹന്നാൻ സുവിശേഷം 17 അധ്യായത്തിൽ. ഇനി ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ യോഹന്നാൻ സുവിശേഷം 17 അധ്യായം നമ്മൾ മെല്ലെ ഇങ്ങനെ മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഇത് കുറിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് ഈ ടോക്ക്, കാരണം നിങ്ങൾക്കത് ഉപകാരപ്പെടും. എനിക്കും കൂടെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നേരം ഇരുന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ 17 എനിക്ക് കൂടുതൽ ഇഷ്ടമായി 17 അധ്യായത്തോട്. ശരിക്കും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ. ശിഷ്യന്മാർ ചോദിച്ചില്ലേ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. അതെവിടെയാണ്? മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 9 മുതൽ 13 വരെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചില്ലേ? സ്വർഗസ്ഥനായ പിതാവേ എന്ന നമുക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു. ആ പ്രാർത്ഥനയുമായിട്ട് യോഹന്നാൻ സുവിശേഷം 17 അധ്യായത്തിന് ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്. ഒന്നാമത്തെ സാദൃശ്യം എന്നറിയാമോ? ദൈവത്തിൻ്റെ പിതൃത്വം ഏറ്റുപറയുന്നു. നോക്കിക്കേ, അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് യോഹന്നാൻ സുവിശേഷം 17 അധ്യായത്തിലെ ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയും ഈശോ മുമ്പേ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും തമ്മിലുള്ള 4 സാമ്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നു. ബൈബിൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയും കൂടെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സാമ്യം എന്താണ്? ദൈവത്തിൻ്റെ പിതൃത്വം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത് 17 അധ്യായത്തിൽ അങ്ങനെ തന്നെയാണ്. ഈശോ പിതാവേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. 1 വാക്യം തന്നെ, ഇത്രയും പറഞ്ഞതിന് ശേഷം ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ സമയമായിരിക്കുന്നു. ഓ ഫാദർ, ഇറ്റ്സ് ദ അവർ. സമയമായിരിക്കുന്നു, മണിക്കൂർ എത്തിയിരിക്കുന്നു. ഇത് തന്നെയല്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ദൈവത്തിൻ്റെ പിതൃത്വം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ സാമ്യം. രണ്ടാമത്തെ സാമ്യം എന്താ? ദൈവനാമത്തിൻ്റെ മഹത്വം 2 പ്രാർത്ഥനയുടെയും ഉദ്ദേശമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ദൈവനാമത്തിൻ്റെ നെയിം ഓഫ് ദ ഗോഡ്, അതിൻ്റെ ഗ്ലോറിഫിക്കേഷൻ പ്രാർത്ഥനയുടെ വിഷയമാണ്. ഇവിടെയും അത് തന്നെ പറയുന്നുണ്ട്. അങ്ങ് പുത്രനെ മഹത്വപ്പെടുത്തണമേ. എന്തിന്? അങ്ങനെ പുത്രൻ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ഒന്നാമത് ദൈവത്തിൻ്റെ പിതൃത്വം, രണ്ടാമത്തത് ദൈവത്തിൻ്റെ നാമം, മൂന്നാമത്തത് ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ഇനിയും വെളിപ്പെടണം. സ്വർഗസ്നേഹത്തെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങയുടെ രാജ്യം വരണമേ, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. ഇവിടെയും പ്രാർത്ഥിക്കുന്ന അങ്ങനെ തന്നെയാണ്, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടണം. 4ാമത്തെ സാമ്യം, തിന്മയിൽ നിന്ന് കാക്കണേ. സ്വർഗസ്ഥനായ പിതാവേ എന്ന നമ്മൾ ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയ്ക്കകത്ത് സെക്കൻഡ് പാർട്ടിൽ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് തിന്മയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയിലും അത് തന്നെ വരുന്നുണ്ട്. കർത്താവേ, അവരെ ഭൂമിയിൽ നിന്ന് എടുക്കണമേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഭൂമിയിലായിരിക്കുമ്പോഴും ഭൂമിയുടേതായി പോകാതെ, തിന്മയിൽ വീണു പോകാതെ എൻ്റെ കുഞ്ഞുങ്ങളെ കാക്കണേ എന്നാണ് ഈശോ പിതാവിൻ്റെ മുമ്പിൽ ശിഷ്യന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ സാമ്യങ്ങൾ കണ്ടു. യോഹന്നാൻ സുവിശേഷം 17 അധ്യായം ഈശോയുടെ പുരോഹിത പ്രാർത്ഥന നമ്മളിങ്ങനെ മനസ്സിലാക്കി വരികയാണ്. ശരിക്കും ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ഇത് അന്ത്യത്താഴ രംഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അന്ത്യത്താഴ രംഗമാണ് ഈ പ്രാർത്ഥന. അവിടെയാണ് ഈ പ്രാർത്ഥന നടക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച്. അതെന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? എല്ലാം കഴിഞ്ഞു, ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, പറയാനുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു, ശിഷ്യന്മാരെ പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ചു. ഈ ഭൂമിയിൽ ഈശോ 3 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ 3 വർഷം കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവൻ ചെയ്തു. ഇനി മരിച്ചാൽ മതി, ഇനി അതും കൂടെ ബാക്കിയുള്ളൂ, ഇനി മരണം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ അത്രയും കംപ്ലീറ്റ്നെസ്സിൽ ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒന്നും ബാക്കിയില്ല. ഇനി എൻ്റെ കർത്താവേ ഞാൻ ഏൽപ്പിക്കുകയാണേ, എല്ലാം എൻ്റെ അപ്പ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ്.
ഞാൻ പോവാണ്. ഇതാണ് പ്രാർത്ഥന. മണിക്കൂർ, ആ മണിക്കൂർ എത്തി. ശരിക്കും ആ അവർ, യോഹന്നാൻ സുവിശേഷം നമ്മൾ മനസ്സിലാക്കുമ്പോണ്ടല്ലോ, ഈ സഹനത്തിൻ്റെ നേരമില്ലേ, അതിനെ വിളിക്കുന്ന പേര് മണിക്കൂർ എന്നാണ്, സമയമെന്നാണ്, അവർ എന്നാണ്. അവർ, സമയം, മണിക്കൂർ. അതെന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ നമ്മൾ ഓർക്കുന്ന ദൈവം ഇതൊരു മണിക്കൂർ അല്ലല്ലോ, ഇത് കുറേ ഇല്ലേ എന്ന് വെച്ചാൽ തലേ ദിവസം ഒറ്റ കൊടുക്കുന്നു, അവിടുന്ന് വിചാരണ, പിറ്റേ ദിവസത്തെ പാടുപീഡകൾ, കുരിശുമരണം, എല്ലാം കൂടെ എത്ര മണിക്കൂറുണ്ട് എന്നിട്ട് ഇവൻ പറയുന്നത് മണിക്കൂർ, ഒരു മണിക്കൂർ. അതിൻ്റെ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഇതൊരു ചെറിയ ഇടവേളയാണ്, ഇതൊരു സഹനത്തിൻ്റെ ഒരു മണിക്കൂർ പോലെ, അങ്ങനെ ഒരു മണിക്കൂർ പോലെ. ഇത് കഴിയുമ്പോൾ ഒരു മഹത്വമുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ മൊമെൻറ്റിനും ഇതിനപ്പുറത്തിരിക്കുന്ന മഹത്വത്തിനും ഇടയ്ക്കുള്ള ഒരു കേവല സെപ്പറേഷൻ, ഒരു നിസാര ഇൻ്റർവെൽ, അത്രേ ഉള്ളത്. ഒരു മണിക്കൂർ, മഹത്വത്തിൻ്റെ, സഹനത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെ ആ മണിക്കൂർ. അതുകൊണ്ട് ആ മനോഭാവത്തോടെയാണ് ഈശോ അവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിനകത്ത്, ഈ പ്രാർത്ഥനയ്ക്കകത്ത് വളരെ പ്രകടമായിട്ടുള്ളൊന്ന് നമ്മുടെ മലയാളം തർജ്ജിമയിൽ അത്ര അങ്ങോട്ട് വന്നിട്ടില്ല. ഇംഗ്ലീഷിനകത്ത് ശരിക്കും വന്നിട്ടുണ്ട്. യുവർ സൺ, നിൻ്റെ പുത്രനെ. എന്താണത്? പ്രാർത്ഥനയിൽ മുഴുവൻ ആ റിലേഷൻ വന്നിരിക്കുകയാണ്. ഇത്രയൊക്കെ 17 അധ്യായത്തെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് പരത്തി പറഞ്ഞിട്ട് നമുക്കിനി ആ ബൈബിൾ ഭാഗത്തേക്ക് നോക്കിക്കേ. ഞാൻ പറയുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് ബ്രാക്കറ്റ് ചെയ്യണം. ഇതിനകത്ത് ഈശോ പ്രാർത്ഥിക്കുന്ന രീതി ഞാൻ പറയാം. 17 അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് 5-ാം വാക്യം വരെ, 1-ാം വാക്യം തൊട്ട് 5-ാം വാക്യം വരെ, ആ ഫസ്റ്റ് പാരഗ്രാഫില്ലേ, അവിടെ ഈശോയ്ക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയ്ക്ക് വേണ്ടി തന്നെ പുത്രനെ തന്നെ പിതാവിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. 5-ാം വാക്യം വരെ. ഇനി 6-ാമത്തെ വാക്യം തൊട്ട് 19-ാമത്തെ വാക്യം വരെ, 6 തൊട്ട് 19 വരെ നോക്കിക്കുക. അവിടെയാണ് പിന്നെ അടുത്ത പാരഗ്രാഫ് വരുന്നത്. അപ്പോൾ 6 തൊട്ട് 19 വരെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? തൻ്റെ ശിഷ്യർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി 20-ാം അധ്യായം തൊട്ട് 20-ാം വാക്യം തൊട്ട് താഴോട്ട് ശിഷ്യരു മൂലം വിശ്വസിക്കേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചേ, എന്താണ് അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിലെ പ്രാർത്ഥനയുടെ ഘടന? 1-ാം വാക്യം തൊട്ട് 5-ാം വാക്യം വരെ പുത്രൻ പിതാവിൻ്റെ മുമ്പിൽ നിന്നിട്ട്, പുത്രനാണ് പ്രാർത്ഥനയുടെ വിഷയം, പുത്രനെ തന്നെ പ്രസൻറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം 6-ാമത്തെ വാക്യം തൊട്ട് 19-ാമത്തെ വാക്യം വരെ തൻ്റെ ശിഷ്യർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ 20-ാം വാക്യം തൊട്ട് ശിഷ്യര് മൂലം വിശ്വസിക്കേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ നമ്മൾ പഠിച്ച ബൈബിൾ വെച്ചും ഇതുവരെ കിട്ടിയ അറിവ് വെച്ചും ഒക്കെ ഇതിങ്ങനെ വ്യാഖ്യാനിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ തലയിൽ വന്നൊരു കൊച്ചു എന്തിനാണെന്നറിയാമോ? അത് വലിയ അത്ഭുതമൊന്നുമല്ല. നിങ്ങളിങ്ങനെ പറയച്ചാൽ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാര്യത്തിന് വേണ്ടി കേട്ടോണ്ടിരിക്കുന്നത് തന്നെ. പറ എന്ന് പറഞ്ഞിരിക്കരുത്, അതിന് മാത്രമല്ല. പക്ഷെ എന്നാലും അത് ചിന്തിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു, അത്രേ ഉള്ളൂ. സിമ്പിളാണത്, ഒന്നുമില്ല. പക്ഷെ എന്നാലും എന്തോ ഒരു ദൈവാനുഭവം കിട്ടി, അത്രേ ഉള്ളൂ. എന്നെ കേൾക്കുന്നവർ, മാതാപിതാക്കൾ, ഇനിയുള്ള ഭാഗം ഒരുമിച്ചിരുന്ന് കേൾക്കണം. ഇത്രയും നേരം അപ്പൻ വന്നില്ലെങ്കിൽ സാരമില്ല, ഇനിയുള്ള ഭാഗത്ത് അപ്പനെ വിളിച്ചിരുത്തണം. ഇനിയിപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റിംഗ് ഇത് കഴിഞ്ഞു, എൻ്റെ ടെലികാസ്റ്റിംഗ് ടൈം കഴിഞ്ഞു. യൂട്യൂബിലെടുത്തിട്ട് അപ്പനും അമ്മയും കൂടെ ഒരുമിച്ചിരുന്ന്, മുതിർന്ന തലമുറയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരുമിച്ചിരുന്ന് ഇനിയുള്ള ഭാഗം കേൾക്കണം. എന്നറിയാമോ, ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണം. അതായത് ഈ പ്രാർത്ഥനയെ, ഈശോയുടെ ഈ പ്രാർത്ഥനയെ നമ്മൾ ഇങ്ങ് പറിച്ചെടുത്തിട്ട് നമ്മുടെ മുതിർന്ന തലമുറ ഇത് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. എങ്ങനെയായിരിക്കണം? നമ്മൾ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ പിതാവിൻ്റെ മുമ്പിൽ നിന്നിട്ട് നോക്കിക്കേ, ആദ്യത്തെ ഭാഗത്ത് 1-ാം വാക്യം തൊട്ട് 5-ാം വാക്യം വരെ ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചില്ലേ? അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ആ 4-ാം വാക്യമൊക്കെ അടിവരയിട്ട് പോകേണ്ടതാ. നിങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ പോകണം. അതായത് ആ 1-ാം വാക്യം തൊട്ട് 5-ാം വാക്യം വരെ നിങ്ങൾ 3 പ്രാവശ്യം ഹോംവർക്കിൻ്റെ ഭാഗമായിട്ട് വായിക്കുമ്പോൾ മുതിർന്ന തലമുറ അപ്പനും അമ്മയും കൂടെ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ വായിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ കൂടുതൽ അർത്ഥം മനസ്സിലാകും. 4-ാം വാക്യം, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. കുറച്ചൊക്കെ ഏജ്ഡായി കഴിയുമ്പോൾ നമ്മളിത് പ്രാർത്ഥിക്കാൻ തുടങ്ങണമെന്നേ. കർത്താവേ, നീ ഏൽപ്പിച്ച പണിയൊക്കെ പൂർത്തിയാക്കി ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. അങ്ങനെ ഒരു വാക്യം പറഞ്ഞു പ്രാർത്ഥിക്കാൻ എന്ന് നമുക്ക് പറ്റും. ഈശോയെ, അപ്പം അതിനകത്ത് എന്തൊക്കെ അർത്ഥമുണ്ട്? ഞാൻ ചെയ്തതൊക്കെ നീ ഏൽപ്പിച്ചതാണ് കേട്ടോ. നീ ഏൽപ്പിക്കാത്ത ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കർത്താവേ. നീ ഏൽപ്പിച്ചതൊക്കെ ഞാൻ ചെയ്തു. ആ ചെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? നിൻ്റെ നാമം മഹത്വപ്പെടുത്തി. അങ്ങനെ പ്രാർത്ഥിക്കണം. നമുക്ക് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? കർത്താവെ, നീ ഏൽപ്പിച്ച ജോലിയൊക്കെ ഞാൻ പൂർത്തിയാക്കി നിൻ്റെ നാമത്തെ ഞാൻ വെളിപ്പെടുത്തി. എന്നിട്ട് എന്താണ് ഒടുവിലത്തെ പ്രാർത്ഥന? എൻ്റെ പ്രിയമുള്ള, എന്നെ കേൾക്കുന്നൊരല്പം മുതിർന്ന, അല്പം ഏജ്ഡ് ആയിട്ടുള്ളവർ പ്രാർത്ഥിച്ചു തുടങ്ങണേ.
5-ാമത്തെ വാക്യം, ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോട് കൊണ്ടുണ്ടായിരുന്ന മഹത്വത്തിൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണം. എന്ന് വെച്ചാൽ എന്നെ നിന്റെ സന്നിധിയിലോട്ട് അങ്ങ് എടുത്തോണേ, എന്നെ നിന്റെ സന്നിധിയിലോട്ട്. നമ്മൾ ഇപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ 70-ാമത്തെ വയസ്സിലും 80-ാമത്തെ വയസ്സിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഈ ഭൂമിയിൽ കിട്ടേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ആ പ്രാർത്ഥന എന്ന് തീരും എൻ്റെ കർത്താവേ? ആ പ്രാർത്ഥന എന്ന് തീരും? ഒന്ന് ഓർത്ത് നോക്കിക്ക്. അതായത് പ്രാർത്ഥിച്ചു തുടങ്ങ്, കർത്താവേ ഞാൻ എല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ നാമം മഹത്വപ്പെടുത്തി, നന്ദി. ഇനി എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നിൻ്റെ സന്നിധിയിൽ എന്നെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചേക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കഴിഞ്ഞു. കാരണം ഈശോ പ്രാർത്ഥിച്ചത് 1 വാക്യം തൊട്ട് 5 വാക്യം വരെ ഈശോയ്ക്ക് വേണ്ടിയിട്ട്. ഇനി പ്രാർത്ഥിക്കേണ്ട ഭാഗമാണ്. എടുത്തേ 6-ാമത്തെ വാക്യം തൊട്ട്, എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, ഞാൻ പറഞ്ഞു ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പേരൻസ്. ഞങ്ങൾ പുരോഹിതരും ഞങ്ങളും ആ രീതിയിൽ, ആ ആംഗിളിൽ ഇതിനെ ചിന്തിക്കണം. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. അടുത്ത വാക്യം തൊട്ട് ഞാൻ 2-3 ഉദാഹരണം തരാം. ബാക്കി നിങ്ങൾ ഒരുമിച്ചിരുന്ന് വായിക്കുമ്പോൾ കിട്ടും. അവിടെയൊക്കെ മാർക്ക് ചെയ്ത് പോകണം. 6-ാമത്തെ വാക്യത്തിൽ, അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അപ്പനും അമ്മയ്ക്കും പ്രാർത്ഥിക്കാൻ പറ്റട്ടെ, ഈശോയെ നീ എനിക്ക് നൽകിയ മക്കൾക്ക് നിൻ്റെ നാമം ഞാൻ വെളിപ്പെടുത്തി കേട്ടോ. നിൻ്റെ നാമം ഈശോയുടെ പുരോഹിത പ്രാർത്ഥന ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയായിട്ട് മാറണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നാമം ഞാൻ വെളിപ്പെടുത്തി. അടുത്ത വാക്യം നോക്കിക്കേ, അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. ഒരു 70-80 വയസ്സിലെങ്കിലും ഈ ബോധമൊന്നും ഉണ്ടാകണ്ടേ നമുക്ക്? നമ്മൾ നല്ല കാലത്ത് നമ്മൾ വിചാരിച്ചു ഈ പിള്ളേർ നമ്മുടേതായിരുന്നു, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു, അല്ലേ? അതല്ലേ വിചാരിച്ചുകൊണ്ടിരുന്നത്? ഇനിയെങ്കിലും ഒന്ന് വിചാരിക്കണ്ടേ? അവസാനം എത്തുമ്പോഴെങ്കിലും ഈശോ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ അവരങ്ങയുടേതായിരുന്നു, എൻ്റെ മക്കളെ ഇപ്പം വളർന്ന് മിടുക്കികളായിട്ട് നിൽക്കുന്ന പിള്ളേർ അവരങ്ങയുടേതായിരുന്നു, അങ്ങ് എനിക്ക് നൽകി. എന്നിട്ടുണ്ടല്ലോ അത്രയും പോരാ. അതായത് എനിക്ക് മനസ്സിലായി അങ്ങയുടേതായിരുന്നു, അങ്ങ് എനിക്ക് നൽകിയതാണെന്ന്. അത് എനിക്ക് മാത്രം മനസ്സിലായാൽ പോരെന്ന്. അടുത്ത വാക്യത്തിലേക്ക് വരണേ. അവിടുന്ന് എനിക്കു നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. അതായത് നമ്മുടെ മുതിർന്ന തലമുറ ആഗ്രഹിക്കണം എന്ത്? നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം എന്ത്? നമുക്കുള്ളതൊക്കെ നമ്മുടെ കർത്താവ് തന്നതാണെന്ന് തിരിച്ചറിയണമെന്ന്. അത് ഞാൻ പറഞ്ഞത്. ഓരോ വാക്യവും ഈ ആംഗിളിൽ കൂടെ ഒന്ന് വായിച്ചേ, ഇത് തീരത്തില്ല. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഈ ടോക്ക് തീരത്തില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ 1-ാം വാക്യം തൊട്ട് 5-ാം വാക്യം വരെ മുതിർന്ന തലമുറ ദൈവത്തിന് മുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ. 6-ാം വാക്യം തൊട്ട് 19-ാം വാക്യം വരെ നിങ്ങളുടെ മക്കളെ മനസ്സിൽ കണ്ട് എല്ലാ മുതിർന്ന തലമുറയും ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ അതിനകത്ത് ഇനിയും വരുന്നത് ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് പിന്നെയും പറഞ്ഞു പോകുന്നത്. അവസാനത്തേക്ക് വരുമ്പോൾ ആ 15-ാം വാക്യമൊക്കെ എടുത്തേ. മക്കളെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതാണ്. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല. കർത്താവേ, ഞങ്ങളുടെ പിള്ളേർ ഏതൊക്കെ വഴി കൂടി ഇന്നത്തെ കാലത്ത് നടക്കുന്നേ, അവരെ മുറിക്കകത്ത് പൂട്ടിയിടാൻ പറ്റുമോ? പുറത്തിറങ്ങിയ കറ പറ്റുമെന്ന് വിചാരിച്ചിട്ട് വീടിനകത്ത് തന്നെ പൂട്ടിയിടാൻ പറ്റുമോ? പഠിപ്പിക്കണ്ടേ? അപ്പോൾ 10-15 വയസ്സ് നമ്മുടെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ 17 വയസ്സ് +2 വരെ കൂടെ ഉണ്ടാകും. പിന്നെ വിട്ട് പഠിപ്പിക്കണ്ടേ? പൊതിഞ്ഞു പിടിക്കാൻ പറ്റുമോ? പോട്ടെ, പോയി പഠിക്കട്ടെ. അവർ ഇഷ്ടമുള്ള കോഴ്സ് പോയി പഠിക്കട്ടെ, ഇഷ്ടമുള്ള ദേശത്ത് പോയി പഠിക്കട്ടെ. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതൊന്ന് പ്രാർത്ഥിച്ചേക്കണം. എന്ത്? 15-ാമത്തെ വാക്യം, ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഏതപ്പനും അമ്മയ്ക്കോ ഇത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല കർത്താവേ, ലോകത്തിലായിരിക്കുമ്പോഴും ഞങ്ങളുടെ മക്കളെ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് മക്കളെക്കുറിച്ച് ഒടുവിലത്തെ പ്രാർത്ഥന എന്തായിരിക്കണം? ഈ മെറ്റീരിയൽ ബെനഫിറ്റ്സ് ആയിരിക്കരുത്, ഈ ലോകത്തിലെ മെച്ചപ്പാടായിരിക്കരുത് പ്രാർത്ഥന. അവസാനം വരുന്നുണ്ട് 19-ാം വാക്യം, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധമാണ്. ഈശോ ആഗ്രഹിക്കുകയാണ് എൻ്റെ ശിഷ്യന്മാർ സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന്. സത്യത്താൽ, ലെറ്റ് ദം സാങ്ക്ടിഫൈഡ് ഔട്ട് ഓഫ് ട്രൂത്ത്. സത്യം കൊണ്ട് അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ അപ്പനും അമ്മയും എങ്ങനെ പ്രാർത്ഥിക്കണം? എൻ്റെ കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പ അമ്മേ, നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഈശോയെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ആദ്യം വിശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഭാഗം വായിക്കും തോറും നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഒടുവിൽ 20-ാം വാക്യം തൊട്ട് ആരെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കാലം കഴിയാൻ പോലെ. നമ്മളതല്ല ഈശോ പറഞ്ഞത്, കഴിഞ്ഞു, ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഞാൻ പോവുക. അപ്പോൾ മുതിർന്ന തലമുറ ഓർക്കേണ്ടത് നമ്മൾ പോകാൻ പോവുക.
ഇനി നമ്മുടെ പിള്ളേരെ, അപ്പോൾ അവർ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിള്ളേർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, പിള്ളേർ കാണാൻ പോകുന്ന ആൾക്കാരില്ലേ, നമ്മുടെ പിള്ളേർ ഇനി എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന, കണ്ടുമുട്ടാൻ പോകുന്ന ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് 20ാമത്തെ വാക്യം. അവർക്ക് വേണ്ടി മാത്രമല്ല, ആർക്ക്? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവർ മൂലം കർത്താവിലേക്ക് വരാൻ പോകുന്ന, ഈ ശൈലി തുടരാൻ പോകുന്നവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവസാനം ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, 24ാമത്തെ വാക്യം എടുത്തേ. 24ാമത്തെ വാക്യം എല്ലാവരും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ട. നമ്മുടെ ഈ ടോക്ക് അവസാനിക്കുന്നതും ഈ വാക്യത്തിലാണ്. എല്ലാ മാതാപിതാക്കളും, ഞാൻ പറഞ്ഞതുപോലെ മുതിർന്നവരായ ദമ്പതികളായ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രാർത്ഥന. ആ 24ാം വാക്യമൊക്കെ അങ്ങ് പേന കൊണ്ട് 2-3 വട്ടം വരച്ചങ്ങ് കീറിയിട്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാനായിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? കർത്താവേ, നീ എനിക്ക് നൽകുന്ന സ്വർഗം കാണാൻ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടുമുട്ടുന്നവരും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചാലോ? നമ്മുടെ പ്രാർത്ഥനയിൽ എവിടെ ഈ സ്വർഗം വന്നിട്ടുള്ളത്? ഈ ഭൂമിയിലുള്ള പ്രാർത്ഥന കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തീർന്നു പോവുക. ഒടുവിലത്തെ പ്രാർത്ഥന നോക്കി, കർത്താവേ, ഞാനായിരിക്കുന്നിടത്ത്, എവിടെ? സ്വർഗം. അപ്പം നമുക്ക് ഉറപ്പാണ് നമ്മൾ സ്വർഗത്തിൽ ചെല്ലും. അപ്പം നമ്മെ പ്രാർത്ഥിക്കണം, ഞാൻ ആയിരിക്കുന്നിടത്ത് നീ എനിക്ക് തന്നവരും ആയിരിക്കേണ്ടതിന്, ആര്? എൻ്റെ മക്കളും അവിടെ എത്തേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആ ട്വിസ്റ്റ്. ഈ യോഹന്നാൻ സുവിശേഷം 17ാം അധ്യായം ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയായി നമ്മൾ തന്നെയും പിന്നെയും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ നകന്ന ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് നമ്മളിങ്ങനെ വ്യാഖ്യാനിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. ഇനി അതങ്ങനല്ല. യോഹന്നാൻ 17ാം അധ്യായം മുതിർന്ന തലമുറ, ഞാനും അച്ഛനെന്ന നിലയിൽ ഞാൻ വ്യാഖ്യാനിക്കേണ്ടത് എൻ്റെ ജനത്തോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ് വെച്ച് ഇതിനെ വ്യാഖ്യാനിക്കണം. മുതിർന്ന തലമുറ, മാതാപിതാക്കൾ, യോഹന്നാൻ 17ാം അധ്യായം ഈ 3 തലങ്ങളിലായിട്ട്, നമ്മുടെ പ്രാർത്ഥനയായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട്, ആ കുഞ്ഞുങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാക്കിയിട്ട് അതിനെ ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാമോ? ആ ചിന്തകളോടുകൂടി നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്താം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. യോഹന്നാന്റെ സുവിശേഷം 17ാം അധ്യായം കുറഞ്ഞത് 3 തവണയെങ്കിലും വായിച്ച് ധ്യാനിക്കുക. പിതാവേ, എൻ തമ്പുരാനേ, നിന്നെ വണങ്ങുന്നു ഞങ്ങളിന്ന്. പിതാവേ, എൻ തമ്പുരാനേ, നിന്നെ വണങ്ങുന്നു ഞങ്ങളിന്ന്. ദിവ്യകാരുണ്യമേ, സംപൂജ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളിന്ന്. ദിവ്യകാരുണ്യമേ, സംപൂജ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളിന്ന്. ആത്മാവാം ദൈവമേ, നിത്യസഹായക, നിന്നെ പുകഴ്ത്തുന്നു ഞങ്ങളിന്ന്. ആത്മാവാം ദൈവമേ, നിത്യസഹായക, നിന്നെ പുകഴ്ത്തുന്നു ഞങ്ങളിന്ന്. ആത്മാവാം ദൈവമേ, നിത്യസഹായക, നിന്നെ പുകഴ്ത്തുന്നു ഞങ്ങളിന്ന്. ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കർത്താവേ, കാരുണ്യ വഴിയുടെ 30ാം നാൾ ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകളെ തിരുമുമ്പാകെ സമർപ്പിച്ചു. നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ പിതാവിൻ്റെ പിതൃത്വത്തെ ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി
സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടാൻ കൊതിച്ച് തിന്മയിൽ നീ ഞങ്ങളെ കാക്കണമേ എന്ന് ഞങ്ങളൊന്നാകെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്ന നിന്റെ പുരോഹിത പ്രാർത്ഥന ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, ഹൃദയം തുറന്ന് നീ പ്രാർത്ഥിച്ച ഈ ഭാഗം, ഹൃദയവിചാരങ്ങളുടെ വെളിപ്പെടുത്തലാണ് പ്രാർത്ഥന എന്നത് നീ അന്വർത്ഥമാക്കുന്ന യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം. ഈശോയെ, വീണ്ടും 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 യോഹന്നാൻ 17 വായിച്ച് നിന്റെ മനസ്സ് ഞങ്ങൾ പഠിക്കട്ടെ. പിതാവുമായുള്ള നിന്റെ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രാർത്ഥന, പിതാവിൻ്റെ ഹിതം ഏറ്റുപറഞ്ഞ് നീ പ്രാർത്ഥിക്കുന്ന നേരം, ഈശോയെ, ഞങ്ങൾക്കെന്നാണ് കർത്താവേ ഇതുപോലെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? പിതാവിൻ്റെ തിരുഹിതം മനസ്സിലാക്കി നീ നടത്തുന്ന ഏറ്റുപറച്ചിലായിട്ട് നിന്റെ പ്രാർത്ഥന മാറുന്നല്ലോ കർത്താവേ. ഭൂമിയിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്തിട്ട് ഒടുവിൽ അപ്പായോട് സംസാരിക്കാൻ നീ നിൽക്കുകയാണ്. വിടവാങ്ങൽ പ്രാർത്ഥന. ഈശോയെ, നീ പ്രാർത്ഥിച്ചില്ലേ? ദാ മണിക്കൂറെത്തി അപ്പ, മണിക്കൂറെത്തി. സഹനത്തിൻ്റെ ആ മണിക്കൂർ, പല മണിക്കൂറുകൾ ഉണ്ടായിരുന്നു അത്, എന്തിന് പല ദിവസങ്ങളുണ്ടായിരുന്നു അത്. എന്നിട്ട് നീ അതിനെ വിളിച്ചത് മണിക്കൂറെത്തി. കാരണം നിനക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ദുരിത്തിരി നേരം, ഇതിനപ്പുറത്ത് എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി മഹത്വം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് സഹനത്തിൻ്റെ ഒരു ഇടവേള. കർത്താവെ, ഞങ്ങൾ കടന്നു പോകുന്ന സഹനകാലത്തെയൊക്കെ ഇതുപോലെ ഒരു മണിക്കൂറെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിരുന്നെങ്കിൽ. ഈശോയെ, ഈ പ്രാർത്ഥനയിൽ നീ പ്രാർത്ഥിച്ച ശൈലി, നിനക്ക് വേണ്ടി തന്നെ നീ പ്രാർത്ഥിച്ചത്, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ഇനി ശിഷ്യന്മാരിലൂടെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഞങ്ങളുടെ കുടുംബനാഥന്മാരും നാഥമാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട ശൈലിയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മുതിർന്ന മാതാപിതാക്കൾ ഈ യോഹന്നാൻ 17 നന്നായി വായിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്വന്തം ജീവിതത്തെ, ഈ കാലം വരെയും ജീവിച്ചു തീർത്ത ജീവിതത്തെ കണ്ട് ഈശോ നീ പറഞ്ഞതുപോലെ പറയാൻ ഞങ്ങളുടെ മുതിർന്നവർക്ക് കഴിയട്ടെ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. എല്ലാവർക്കും ഇത് പറഞ്ഞിട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഈശോയെ, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തി. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒടുക്കം ഞങ്ങൾ പറയാൻ കൊതിക്കുന്ന വർത്തമാനമാണത്, ഞങ്ങൾ ചൊല്ലാൻ കൊതിക്കുന്ന പ്രാർത്ഥനയാണത്. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിൽ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണേ, സ്വർഗം സമ്മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾ. ഈശോയെ, സ്വർഗം സമ്മാനിക്കട്ടെ, സ്വർഗത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കട്ടെ. ഈശോ, നിർഭാഗ്യവശാൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സ്വർഗമൊന്നും വരുന്നില്ല കർത്താവേ. കാലം കുറേ മുമ്പ് സ്വർഗമൊക്കെ പ്രാർത്ഥനയുടെയും സംസാരത്തിൻ്റെയും വിഷയമായിരുന്നു. ഇപ്പോൾ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉള്ളടക്കമൊക്കെ ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്. ഇവിടം കൊണ്ടൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് തീർന്നു പോവുകയാണ്. ഈശോയെ, നീ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ മഹത്വപ്പെടുത്തണേ, സ്വർഗത്തിൽ ഞങ്ങളെ ഇരുത്തണേ എന്ന്. ഞങ്ങളുടെ മക്കളെക്കുറിച്ച്, ഞങ്ങൾക്കുള്ളവയെക്കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നീ ശിഷ്യന്മാരെക്കുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഭാഗം, അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. കർത്താവേ, ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടവർക്ക് ഞങ്ങൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്?
അത് ഞങ്ങളുടെ മക്കളാകാം, ജീവിത പങ്കാളിയാകാം, ഞങ്ങളുടെ തൊഴിലാളികളാകാം, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരാകാം. എന്തൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നുണ്ട്. എന്നാണ് ഈശോയെ ഞങ്ങൾക്ക് നീ പറഞ്ഞതുപോലെ പറയാൻ പറ്റുന്നത്? നീ ഞങ്ങൾ കേൾപ്പിച്ചവർക്ക് നിന്റെ നാമം ഞങ്ങൾ കൈമാറി. ദൈവനാമം കൈമാറുന്നവരായിട്ട് ഞങ്ങൾ മാറട്ടെ ഈശോയെ. ശിഷ്യന്മാരെ കുറിച്ചുള്ള നിന്റെ വലിയ തിരിച്ചറിവ് ഈ ഭൂമിയിൽ ഞങ്ങളുടേതെന്ന് ഞങ്ങൾ ധരിക്കുന്ന എല്ലാവരെയും കുറിച്ചും എല്ലാറ്റിനെയും കുറിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, ഈശോ നീ പറഞ്ഞില്ലേ, അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവർ എനിക്ക് നൽകി. ഈശോയെ, ഇപ്പോൾ എൻ്റെ ചാരത്തിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എൻ്റെ ജീവിത പങ്കാളി, എന്നോടൊപ്പം ഇരുന്ന് ഈ ആരാധനയിൽ മുട്ടുകുത്തി നിൽക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ ഈശോയെ, അവരൊക്കെ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. ഒടുക്കം ഞങ്ങൾക്ക് അവരെക്കുറിച്ച് പറഞ്ഞിട്ട് പോകാൻ പറ്റണം. നീ പറഞ്ഞതുപോലെ നീ ഏൽപ്പിച്ചവരാരെയും ഞാൻ കൈവിട്ട് കളഞ്ഞിട്ടില്ല ഈശോയെ. നീ എന്നെ വിശ്വസ്തയോടെ ഏൽപ്പിച്ചതൊന്നും, അതെൻ്റെ കുടുംബമാകാം, എൻ്റെ സ്വത്തുവകകളാകാം, എൻ്റെ കഴിവുകളാകാം, ഒന്നും ഞാൻ കൈവിട്ട് കളഞ്ഞിട്ടില്ല, നാശമാക്കി കളഞ്ഞിട്ടില്ലെന്ന് നിന്നെപ്പോലെ പ്രാർത്ഥിച്ചിട്ട് പോകാൻ എനിക്കും കഴിഞ്ഞിരുന്നെങ്കിൽ. തിന്മയിൽ നിന്ന് അവരെ കാക്കണമേ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് മക്കളെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച് പ്രാർത്ഥിക്കട്ടെ. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമേ എന്നല്ല കർത്താവേ, മറിച്ച് ദുഷ്ടനിൽ നിന്ന് അവരെ കാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ തിന്മയോട് പടപൊരുതി പിശാചിൻ്റെ കെണിയിൽ വീഴാതെ ഞങ്ങളുടെ തലമുറകളെ, കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ, സഭയെ നീ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒടുക്കം ഈശോ നീ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച ഭാഗമുണ്ടല്ലോ, അന്ത്യകാലത്തെക്കുറിച്ചുള്ള നിന്റെ സ്വപ്നം, ഞാൻ ആയിരിക്കുന്നിടത്ത് അവരുമായിരിക്കേണ്ടതിന് കർത്താവേ അവർക്കും നീ മഹത്വം നൽകണമേ എന്ന്. ഈശോയെ, നിന്നിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ഞാൻ എത്തപ്പെടാൻ പോകുന്ന സ്വർഗത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരും എത്തണമേ എന്ന്. സ്വർഗത്തിൻ്റെ ഇരട്ടിപ്പ്, ഞാൻ സ്വർഗത്തിലെത്തി പോരാ, എൻ്റെ പ്രിയപ്പെട്ടവർ, അവരോട് ഇടപെട്ടവർ എല്ലാവരും സ്വർഗത്തിൽ ഐക്യപ്പെടുന്ന കാഴ്ച. ഈശോയെ, നിന്റെ വിശിഷ്ടമായ പുരോഹിത പ്രാർത്ഥന ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് നോക്കാൻ, അപ്പായിലേക്ക് നോക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട് ഈശോയെ. ദൈവജനമേ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ഈശോയുടെ പ്രാർത്ഥന, അവൻ ഹൃദയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പല ആവർത്തി വായിച്ച് 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 നമുക്ക് ഈശോയെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റണം. അതിന് കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയാൻ കൊതിച്ച് നമുക്ക് കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. കരുണാമയനേ, കരുണാമയനേ, കാരുണ്യം ചൊരിയണമേ. കരുണാമയനേ, കരുണാമയനേ, കാരുണ്യം ചൊരിയണമേ. കരുണാമയനേ, കരുണാമയനേ, കാരുണ്യം ചൊരിയണമേ. പ്രിയമുള്ളവരെ, മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ചെറുതായി തുറന്നു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും സഭയും ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൻ്റെതായി പോകാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ എന്ന് കരുണാമയനേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനേ, കരുണാമയനേ, കാരുണ്യം ചൊരിയണമേ. കരുണാമയനേ, കരുണാമയനേ, കാരുണ്യം ചൊരിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനത്താൽ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനത്താൽ
അതിദാരുണമാ പീഡാസഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. ഈശോയുടെ 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 അതിദാരുണമാ പീഡാസഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ
ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവേ, നിന്റെ സ്വർഗം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്കൊരുമിച്ച് സ്വർഗത്തിൽ കണ്ടുമുട്ടണം. ഈശോയെ, എനിക്കു നീ ഏൽപ്പിച്ചവരും അവരോട് ഇടപെടുന്നവരും സ്വർഗത്തിലെത്തുവാൻ, നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പിതാവേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പിതാവേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പിതാവേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആബാ പിതാവേ, എൻ തമ്പുരാനേ, നിന്നെ വണങ്ങുന്നു ഞങ്ങളിന്ന്. ആബാ പിതാവേ, എൻ തമ്പുരാനേ, നിന്നെ വണങ്ങുന്നു ഞങ്ങളിന്ന്. ദിവ്യകാരുണ്യമേ, സംപൂജ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ.